9th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ മെഡീവൽ വേൾഡ് സെൻറ്റർ ഓഫ് ദ പവർ ആണ്. മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങളാണ്. മധ്യകാല ലോകം എന്ന് പറഞ്ഞാൽ മെഡീവൽ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th സെഞ്ച്വറി തുടങ്ങി, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 5th സെഞ്ച്വറി തുടങ്ങി 15th സെഞ്ച്വറി വരെയാണ് നമ്മൾ ദ പീരീഡ് ബിറ്റ്വീൻ ദ 5th സെഞ്ച്വറി ആൻഡ് ദ 15th സെഞ്ച്വറി CE ഈസ് നോൺ ആസ് മെഡീവൽ പീരീഡ്. അത് അടയാളപ്പെടുത്തി വയ്ക്കുക കേട്ടോ. ഏതാണ് മെഡീവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ? ദ പീരീഡ് ബിറ്റ്വീൻ 5th ആൻഡ് 15th, 5 മുതൽ 15 വരെയുള്ള ഇതിനെയാണ് CEനെയാണ് നമ്മൾ മെഡീവൽ പീരീഡ്, മധ്യകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഈ മധ്യകാലം നമ്മൾ പറയുന്നത് മധ്യകാലം എല്ലായിടത്തും ഒരുപോലെ അല്ല എന്ന്. എല്ലാ പ്രദേശങ്ങളിലും മധ്യകാലം നമ്മൾ ഒരുപോലെയല്ല, പക്ഷേ അതിൻ്റെ ഭരണഘടനയൊക്കെ സെയിം ആണിത്. ദ പീരീഡ് ബിറ്റ്വീൻ ദ 5th and 15th സെഞ്ച്വറി CE ഈസ് നോൺ ആസ് മെഡീവൽ period, but the term medieval does not refer the same period all over the world. വേൾഡിൽ മുഴുവനും മധ്യകാലം മെഡീവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ സെയിം പീരീഡ് അല്ല എന്ന്. പക്ഷേ എന്നാലും അവിടെ എന്ത് പ്രത്യേകതയുണ്ട്? ഈവൻ ദോ ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദ മെഡീവൽ വേൾഡ് വാസ് സിമിലർ. There were difference in the forms of authority and they were different in Europe, Asia, Africa, America during the medieval പീരീഡ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ, പല സ്ഥലത്തും പല സമയത്തായിരുന്നു മെഡീവൽ പീരീഡ്. പക്ഷേ നമ്മൾ സാധാരണയായിട്ട് മെഡീവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ 5th to 15th സെഞ്ച്വറി വരെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റോമൻ എംപയറിനെ കുറിച്ചാണ്. സാധാരണ എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ റോമൻ എംപയറിനെ കുറിച്ച് ഈസ്റ്റേൺ റോമൻ എംപയർ, ദ ഹോളി റോമൻ എംപയർ, ദ അറബ് എംപയർ, ദ ഓട്ടോമൻ എംപയർ, മംഗോൾ എംപയർ, ചൈന ആൻഡ് ജപ്പാൻ ആൻഡ് ദ മെഡീവൽ അമേരിക്ക. അങ്ങനെ 7 ടോപ്പിക്കാണ് നമ്മളിവിടെ പറയുന്നത്. 7 ടോപ്പിക്കിലും ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ഭരണത്തിൻ്റെ പ്രത്യേകത, മധ്യകാലത്തിൽ മെഡീവൽ വേൾഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഭരണം എല്ലായിടത്തും പൊളിറ്റിക്കലി സെയിം ആയിരുന്നു, പൊളിറ്റിക്കൽ സ്ട്രക്ചർ സെയിം ആയിരുന്നു, പക്ഷേ എന്തുണ്ടായിരുന്നു അവിടെ? ഡിഫറൻസ് ഇൻ അതോറിറ്റി ആൻഡ് ദേ വർ ഡിഫറെൻറ്റ്. എല്ലായിടത്തും ഡിഫറെൻ്റ് ആയിരുന്നു, അതോറിറ്റീസ് ഡിഫറെൻ്റ് ആയിരുന്നു, അധികാര രൂപങ്ങളിൽ വ്യത്യാസം കണ്ടിരുന്നു എന്ന്. രാഷ്ട്രീയമായിട്ട് എന്താണ് ഒരുപോലെയാണെങ്കിലും സമാനതയുണ്ടെങ്കിലും അധികാര രൂപങ്ങളിൽ വ്യത്യസ്തത കണ്ടിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും അധികാരങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്ക് റോമൻ എംപയർ ആണ്. നെക്സ്റ്റ് പേജ് എടുക്കുക. റോമൻ എംപയർ, ഈസ്റ്റേൺ റോമൻ എംപയർ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഈസ്റ്റേൺ റോമൻ എംപയറിലെ അവിടുത്തെ അധികാരത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫ് നോക്കാം, ഇവിടെയാണ് നമുക്ക് തുടങ്ങുന്നത്. ദ റോമൻ എംപയർ, നമുക്ക് കഴിഞ്ഞ പേജിൽ ആകെ ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. മെഡീവൽ വേൾഡ് ഏത് സമയം തുടങ്ങിയാണ്? 5th to 15th സെഞ്ച്വറി. ആ ഒരു ലൈൻ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇനി ഇവിടെയാണ് പഠിക്കാനുള്ളത്. The Roman Empire was the largest ancient empire. For administrative convenience, the Roman Empire, Diocletian divided the empire into 2 in the 4th century. നമ്മൾ 5th സെഞ്ച്വറി തുടങ്ങിയാണ് കേട്ടോ മെഡീവൽ വേൾഡ് തുടങ്ങുന്നത് അല്ലേ. ഇവിടെ പറയുന്നത് 4th സെഞ്ച്വറിയിലായപ്പോൾ തന്നെ റോമൻ എംപയറിനെ ഡയോക്ലിഷ്യൻ ഡിവൈഡഡ് ഹിസ് എംപയർ ഇൻറ്റു 2, രണ്ടായിട്ട്, റോമിനെ രണ്ടായിട്ട്. അന്നത്തെ ഭരണാധികാരിയായിരുന്നു ഡയോക്ലിഷ്യൻ അല്ലേ. നോക്കാം മലയാളം മീഡിയത്തിൻ്റെ സാമ്രാജ്യ വിസ്തൃതി ഭരണപരമായ അസൗകര്യം സൃഷ്ടിച്ചപ്പോൾ CE 4ാം നൂറ്റാണ്ടിലെ ഡയോക്ലിഷ്യൻ എന്ന റോമൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തെ രണ്ടായിട്ട് തിരിക്കുകയാണ് ചെയ്തത്. ഹി ഡിവൈഡഡ് ഇറ്റ് ഇൻറ്റു 2. റോം കേന്ദ്രമായി 2 എണ്ണം, അത് ഏതാണെന്ന് പേരുകൾ പഠിക്കണം. അപ്പോൾ ആരെ ഡിവൈഡ് ചെയ്തത്? ഡയോക്ലിഷ്യൻ ചക്രവർത്തിയാണ് അല്ലേ, ദ എംപറർ ഡയോക്ലിഷ്യൻ. ഇനി 2 റോമൻ എംപയേഴ്സായി. ഏതൊക്കെയാണ്? ഒന്ന് വെസ്റ്റേൺ റോമൻ എംപയറും ഈസ്റ്റേൺ റോമൻ എംപയർ. കിട്ടിയോ? 2 എണ്ണം. റോം കേന്ദ്രമായ പാശ്ചാത്യ റോമാ സാമ്രാജ്യവും കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായ പൗരസ്ത്യ റോമാ സാമ്രാജ്യവും. അപ്പോൾ 2 റോമൻ ചക്രവർത്തിയായ ഡയോക്ലിഷ്യൻ റോമാ സാമ്രാജ്യത്തിനെ രണ്ടായിട്ട് വിഭജിച്ചു. ഏതൊക്കെയാണ്? ഒന്നാമത്തത് പാശ്ചാത്യ റോമാ സാമ്രാജ്യം, അതിൽ കേന്ദ്രം എവിടെയാണ്? റോമാണ്.
അടുത്തത് പൗരസ്ത്യ റോമ സാമ്രാജ്യം, അതിൻ്റെ കേന്ദ്രം കോൺസ്റ്റാന്റിനോപ്പിൾ. രണ്ടെണ്ണമായിട്ട് കേട്ടോ, പാശ്ചാത്യ റോമ സാമ്രാജ്യവും പൗരസ്ത്യ റോമ സാമ്രാജ്യവും. അതിലെ പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രം റോമാണ്, പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രം കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ഇംഗ്ലീഷിൻ്റെ കാര്യം ഇവിടെ നോക്കാം. ഹി ഡിവൈഡഡ്, ആരാണ് ഡിവൈഡ് ചെയ്തത്? ഡയക്ലിഷ്യൻ അല്ലേ, എംപറർ ഡയക്ലിഷ്യൻ ഡിവൈഡഡ് ഇറ്റ് ഇൻ ടു 2 റോമൻ എംപയേഴ്സ്, ദ വെസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ ആണ്. വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ദ ക്യാപിറ്റൽ അറ്റ് റോം. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? റോമിലാണ്. ആൻഡ് ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ. ഇനി കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണ്? അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫിൽ ഇത്രയേ പഠിക്കാനുള്ളൂ. ഡയക്ലിഷ്യൻ ഡിവൈഡഡ് ദ റോമൻ എംപയർ ഇൻ ടു 2, വെസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ. വെസ്റ്റിൻ്റെ റോമാണ് ക്യാപിറ്റൽ, ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആണെന്ന്. ഇനി എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ നോക്കാം. കോൺസ്റ്റാന്റിനോപ്പിൾ ബൈസാൻഡിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിനാൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ ബൈസാൻഡിയം സാമ്രാജ്യം എന്നും വേറൊരു പേരും കൂടി ഉണ്ട് എന്ന് നോക്കാം. Hence the Eastern Roman Empire was otherwise called the Byzantine Empire. എന്തുകൊണ്ടാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ earlier it was known as Byzantium. കോൺസ്റ്റാന്റിനോപ്പിളിന് വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു. എന്താണെന്ന്? ബൈസാൻഡിയം എന്ന് പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഈസ്റ്റേൺ റോമൻ എംപയർ, അവിടുത്തെ ബൈസാൻഡിയം അല്ലേ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലേ ക്യാപിറ്റൽ, അതുകൊണ്ട് ആ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പേര് ബൈസാൻഡിയം ആയിരുന്നതുകൊണ്ട് അതിന് വേറൊരു പേരും കൂടി വന്നു, ബൈസാൻഡിയൻ എംപയർ. അപ്പോൾ റോമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത്. ഏതാണ്? ഈസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് വെസ്റ്റേൺ റോമൻ എംപയർ. അതിൽ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ റോമാണ്, ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. കോൺസ്റ്റാന്റിനോപ്പിളിന് നമ്മൾ വേറൊരു പേര്, ഇറ്റ് വാസ് എ ബൈസാൻഡിയം, ആൻഡ് സോ ഇറ്റ് വാസ് നോൺ ആസ് ബൈസാൻഡിയം എംപയർ. അതുകൊണ്ടാണ് ബൈസാൻഡിയൻ സാമ്രാജ്യം എന്ന് ഏതിനെയാണ്? ഈസ്റ്റേൺ റോമൻ എംപയറിന് കേട്ടോ, പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന് പേര് വന്നിരുന്നു. ഇനി അടുത്ത പേജിൽ ഇവിടെയാണ് നമുക്ക്. അപ്പോൾ ഈ പേജിൽ ഇത്രയേ പഠിക്കാനുള്ളൂ, പറഞ്ഞത് മാത്രം അടയാളപ്പെടുത്തി നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് ഇവിടെ നമുക്ക് ഈ പൗരസ്ത്യ റോമ സാമ്രാജ്യം, നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപററിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഈസ്റ്റേൺ റോമൻ അല്ലേ, ഈ ഈസ്റ്റേൺ റോമൻ എംപയറിലെ ആദ്യത്തെ എംപററാണ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ. അതാണ് പഠിക്കാനുള്ളത് കേട്ടോ. ആ പേര് അടയാളപ്പെടുത്തി വയ്ക്കുക. ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ ഈസ് ദ കോഡിഫിക്കേഷൻ ഓഫ് all the existing Roman laws into the code of law. എന്തിലേക്ക് കൊണ്ടുവന്നു? ഒരു കോഡ് ഓഫ് ലോയിലേക്ക്. ആ കോഡ് ഓഫ് ലോയിൻ്റെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ജസ്റ്റീനിയൻ കോഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ദ ജനറോസിറ്റി. ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഇമ്പോർട്ടൻറ്റ് റൂളറാണ് ജസ്റ്റീനിയൻ ആണ്. ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ ഈസ്, അത് പഠിക്കണം കേട്ടോ. ജസ്റ്റീനിയൻ്റെ കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ ഈസ് എന്താ വരുന്നത്? കോഡിഫിക്കേഷൻ ഓഫ് ഓൾ ദ എക്സിസ്റ്റിംഗ് റോമൻ ലോസ്. അന്ന് റോമിൽ ഉണ്ടായിരുന്ന എല്ലാ ലോസിനെയും കൂടി ഒന്ന് കോഡിഫൈ ചെയ്തു, ഓഫ് ഓൾ ദ എക്സിസ്റ്റിംഗ് റോമൻ എംപയേഴ്സ് ഇൻ ടു എ കോഡ് ഓഫ് ലോ. കോഡ് ഓഫ് ലോയിലേക്ക് കൊണ്ടുവന്നു. റോമാ സാമ്രാജ്യങ്ങളെയെല്ലാം, അവിടുത്തെ എല്ലാ നിയമങ്ങളും, റോമിലെ നിയമങ്ങളെയെല്ലാം ക്രോഡീകരിച്ച് ഒരു സംഹിത ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നേട്ടം. മലയാളി മീഡിയത്തിൻ്റെ ഇവിടെ നോക്കാം കേട്ടോ. ഇവിടെയാണ് അവരുടെ എന്താ ചെയ്തത്? അയാൾ ഒരു നിയമസംഹിത അയാൾ കൊണ്ടുവന്നു. ഇതിന് എന്തെന്ന് പേര് കൊടുത്തു? കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന പേര് കൊടുത്തു എന്ന്. ഇതല്ലേ? ഇനി അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ജസ്റ്റീനിയൻ കോഡ് എന്ത് ബേസ് ചെയ്തിട്ടാണ്? ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്, അതിൽ എന്തൊക്കെ നിയമം ഇതുണ്ടായിരുന്നു? റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. മൂന്നെണ്ണം പഠിക്കാം. റീസണിങ് യുക്തി ഉണ്ടായിരുന്നു, ജസ്റ്റിസ് നീതി ഉണ്ടായിരുന്നു, ആൻഡ് ജനറോസിറ്റി ഉണ്ടായിരുന്നു, ഔദാര്യം ഉണ്ടായിരുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് അയാളുടെ കോഡ് ഓഫ് ലോയിൽ അയാൾ ഉൾപ്പെടുത്തിയിരുന്നു എന്ന്. മെനി നേഷൻസ് അഡോപ്റ്റഡ് ഇറ്റ് ഫോർ ഫ്രെയിമിങ് ദെയർ ലോസ്. അപ്പോൾ ജസ്റ്റീനിയൻ്റെ ഈ കോഡ് ഓഫ് ലോ കുറേ പേര് അത് ഇപ്പോൾ നല്ലൊരു സ്ഥലത്ത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ലൊരു ഭരണം ഉണ്ടെങ്കിൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോ ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാണ്, ജസ്റ്റീനിയൻ കോഡ് ഓൾസോ സെർവ്ഡ് ആസ് എ ബേസ് ഫോർ ദ കോഡ് ഓഫ്
ലോ ഓഫ് ദ ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ. നമ്മൾ കേട്ടിട്ടില്ലേ ഫ്രഞ്ച് റൂളർ നെപ്പോളിയനെ കുറിച്ച്? നെപ്പോളിയൻ ചക്രവർത്തിയുടെ ഇത്രയും നല്ലൊരു ഭരണാധികാരി നെപ്പോളിയൻ, അയാളുടെ ഭരണത്തിൽ എന്ത് ചേർത്തിരുന്നു? ഈ ജസ്റ്റീനിയൻ കോഡ് ഓഫ് ലോ ആയിരുന്നു അയാൾ ബേസ് ആയിട്ട് എടുത്തിരുന്നത് എന്ന്. പല രാജ്യങ്ങളും ഇവരുടെ ഇത് ഉപയോഗിച്ചിരുന്നു, ഈ നിയമങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന്. ഫ്രഞ്ച് ആരാണ് വരുന്നത്? ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് റൂളറായ നെപ്പോളിയൻ ആണ് അല്ലേ. പല രാജ്യങ്ങളും നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇത് ഉപയോഗപ്പെടുത്തെങ്കിലും ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയൻ്റെ നിയമസംഹിതയ്ക്ക് അടിത്തറയാക്കിയത് ജസ്റ്റീനിയൻ്റെ നിയമങ്ങളാണ് എന്ന്. ഈ ജസ്റ്റീനിയൻ്റെ നിയമങ്ങളെയാണ് നെപ്പോളിയൻ അടിസ്ഥാനമായിട്ട് എടുത്തിരുന്നത് എന്ന്. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമുക്ക് പഠിക്കാനുള്ളത് റോമിലെ ഇമ്പോർട്ടൻറ്റ് റൂളർ ഈസ്റ്റേൺ റോമൻ എംപയർ ആണ് കേട്ടോ. ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയർ രണ്ടായിട്ട് തരംതിരിച്ചില്ലേ? അതിൽ ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളർ നമുക്ക് പഠിക്കാനുള്ളത് ഡയക്ലീഷ്യൻ ചക്രവർത്തിയാണ്. ദ എംപറർ ഡയക്ലീഷ്യൻ. എന്താണ് ഡയക്ലീഷ്യൻ ചെയ്ത കാര്യങ്ങൾ എന്ന്? ഡയക്ലീഷ്യൻ ആദ്യം തന്നെ ചെയ്തത്, he contributed, what did he do? The codification of all the existing Roman laws into the code of law. ഒരു ലോയിലേക്ക്, ഒരു കോഡ് ഓഫ് ലോയിലേക്ക് റോമിലെ എല്ലാ നിയമസംഹിതകളും, റോമിലെ എല്ലാ നിയമങ്ങളെയും ക്രോഡീകരിച്ച് ഒരു നിയമസംഹിതയുടെ ഉള്ളിലേക്ക് അയാൾ കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഇനി അതിൻ്റെ ബേസ് എന്താണ്? യുക്തി, നീതി, ഔദാര്യം, റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. ആ 3 വാക്കും പഠിക്കണം കേട്ടോ. റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. ഈ 3 ആശയങ്ങളും ഈ കോഡ് ഓഫ് ലോയിൽ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ പറയുന്നത് ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോയിനെ ആര് ഇമിറ്റേറ്റ് ചെയ്തിരുന്നു? ആരാണ് ബേസ് ആയിട്ട് എടുത്തത്? ദ ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ. ഈ 3 പോയിന്റ്സ് അതിൽ പഠിക്കാനുള്ളൂ. അടുത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കോർപ്പസ് ജൂറി സിവിൽസ്. ഇതെന്താ കോർപ്പസ് ജൂറി സിവിൽസ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ തന്നെ ഇവിടെ പറഞ്ഞതാണ്, ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോ ആണ് അല്ലേ. ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോയുടെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. അതിനെ 3 തരംതിരിക്കുകയാണ്. ഈ ഡിവിഷൻ ശരിക്കും പഠിക്കണം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ദ കോഡ്, ദ ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. മലയാളം മീഡിയത്തിന് സെയിം തന്നെ വേർഡാണ്. കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇനി ഓരോന്നിനെയും കുറിച്ച് പഠിക്കണം കേട്ടോ. ദ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബുക്ക് കണ്ടെയ്നിങ് ലോസ് പ്രിവെയിൽഡ് ഇൻ ദ റോമൻ എംപയർ. റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങളെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഇത്. ദ കോഡ് എന്ന് പഠിച്ച എല്ലാവരും. ദ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങളെ, എല്ലാ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നല്ലോ, അതിനൊക്കെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. ദ ബുക്ക് കണ്ടെയ്നിങ് ദ ലോസ് പ്രിവെയിൽഡ് ഇൻ ദ റോമൻ എംപയർ. പ്രിവെയിൽ ചെയ്തിരുന്നത്, നിലനിന്നിരുന്നത്, റോമൻ എംപയറിൽ നിലനിന്നിരുന്ന എല്ലാ ലോസിനെയും കൂടി ഒരു ബുക്കിൽ, അതാണ് ദ കോഡ് എന്ന് പറഞ്ഞ ബുക്ക്. അടുത്ത രണ്ടാമത്തെ ഡൈജസ്റ്റ്. ദ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ ജൂറീസ് റിഗാർഡിങ് ദ ലോസ്. അടുത്ത എന്താണ്? ഇതിൽ നിയമങ്ങളൊക്കെ വെച്ചു. ഇതിൽ വന്നപ്പോൾ എന്താണ്? ഈ നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നത്. ഇവിടെ നിയമങ്ങളുള്ളൊരു ബുക്ക്, അതാണ് കോഡ്. നിയമങ്ങളെക്കുറിച്ച് നിയമജ്ഞരുടെ, ജൂറിസ്റ്റിൻ്റെ റിഗാർഡിങ് ദ ലോസ്, ഈ ലോവിനെ കുറിച്ച് റിഗാർഡ് ചെയ്യുന്ന അവരുടെ ഒപ്പീനിയൻ ഒരു ബുക്കിൽ എഴുതി. അതാണ് ദ ഡൈജസ്റ്റ് എന്ന് പറയുന്ന ബുക്ക്. ആൻഡ് ദ ലാസ്റ്റ് വൺ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ ഒരു പാഠപുസ്തകം. ദ സ്മോൾ ബുക്ക് ഇൻറ്റൻഡഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോ. ലോയിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാക്കിയ ഒരു പുസ്തകത്തിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോയിൻ്റെ പേരാണ് കോർപ്പസ് ജൂറി സിവിൽസ് അല്ലേ. ഈ കോർപ്പസ് ജൂറി സിവിലിസ് എന്ന് പറയുന്ന ഈ ബുക്കിനെ, ഈ കോഡിനെ 3 ബുക്കുകളാക്കിയിട്ടാണ് എഴുതി വെച്ചിരുന്നത്. ഫസ്റ്റ് ബുക്കിൻ്റെ 3 പേരുകളും പഠിക്കണം കേട്ടോ. ദ കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൽ ദ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബുക്ക് കണ്ടെയ്നിങ് ദ ലോസ് പ്രിവെയിൽഡ് ഇൻ ദ റോമൻ എംപയർ. റോമൻ എംപയറിൽ അന്ന് നിലനിന്നിരുന്ന എല്ലാ നിയമങ്ങളും അടങ്ങിയ ഒരു ബുക്ക്. രണ്ടാമത്തെ പറയുന്നത് ദ ബുക്ക് റെക്കോർഡ്സ്
ദ ഒപ്പീനിയൻസ് ഓഫ് ദ ജൂറീസ് റിഗാർഡിംഗ് ദ ലോസിനെ കുറിച്ച്, നിയമങ്ങളെക്കുറിച്ച് നിയമജ്ഞരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ പുസ്തകം. മൂന്നാമത്തത് നിയമം പഠിക്കാൻ നമ്മൾ തയ്യാറാക്കിയ ചെറിയൊരു പുസ്തകമാണ് ദ സ്മോൾ ബുക്ക് ഇൻറ്റൻഡഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ദ ലോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഈസ്റ്റേൺ റോമൻ എംപയർ. അതിൽ ഈസ്റ്റേൺ റോമൻ എംപയറിൽ നമ്മളിപ്പോൾ എന്തിനെ കുറിച്ച് പറഞ്ഞു? ജസ്റ്റീനിയനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ജസ്റ്റീനിയൻ്റെ ലോ, ജസ്റ്റീനിയനെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോയിൻ്റെ പേര് പഠിക്കണം. കോർപ്പറസ് ജൂറി സിവിൽസ്. കിട്ടിയില്ലേ? ഈ കോർപ്പറസ് ജൂറി സിവിൽസ് 3 ഡിവിഷൻ ചെയ്യുന്നു. ആ 3 ബുക്കുകളുടെ പേര് പഠിക്കണം. ദ കോഡ്, ഡൈജസ്റ്റ് ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇനി ലാസ്റ്റിൽ ഇവിടെ ഒരു ലൈനും കൂടി ഉണ്ട് പഠിക്കാൻ. ദ ഈസ്റ്റേൺ റോമൻ എംപയർ. അങ്ങനെ ഈസ്റ്റേൺ റോമൻ എംപയർ ജസ്റ്റീനിയൻ്റെ ഇതിലായിരുന്നു അല്ലേ? അതിനുശേഷം എന്താണ്? ഇറ്റ് ബിഗാൻ ടു ഡിക്ലൈൻ ആഫ്റ്റർ ദ ജസ്റ്റീനിയൻ. ജസ്റ്റീനിയൻ്റെ മരണശേഷം അത് ഡിക്ലൈൻ ചെയ്തു. അത് ജസ്റ്റീനിയൻ്റെ മരണശേഷം ആ സാമ്രാജ്യം എന്ത് ചെയ്യാൻ തുടങ്ങി? ശിഥിലമാകാനായിട്ട്, ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയെന്ന്. ഇറ്റ് കൊളാപ്സ് വിത്ത് ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ് ഇൻ ദ 15th century. അങ്ങനെ 15th century അപ്പോൾ നമ്മൾ പറഞ്ഞു 5 മുതൽ 15 വരെയുള്ള കാലയളവ്. അതല്ലേ നമ്മളിവിടെ പറയുന്നുള്ളൂ ഈ പാഠത്തിൽ. നമ്മൾ പറയുന്നത് ഈ ചാപ്റ്ററിൽ നമ്മുടെ ഇത് എന്താണ്? 5th to 15th century വരെയാണ് അല്ലേ? അപ്പോൾ 15th century ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ജസ്റ്റീനിയൻ്റെ ഭരണം കഴിഞ്ഞു. അപ്പോഴേക്കും ആര് വന്ന് ആക്രമിച്ചു? കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലേ അവരുടെ ഇത് വരുന്നത്. അവരുടെ കേന്ദ്രം, സെൻറ്റർ ഓഫ് ദ എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ ആര് വന്ന് ആക്രമിച്ചു? അവരുടെ ക്യാപിറ്റലായ കോൺസ്റ്റാന്റിനോപ്പിളിനെ ദ ടർക്സ്, തുർക്കികൾ വന്ന് ആക്രമിക്കുകയാണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ പൗരസ്ത്യ റോമ സാമ്രാജ്യം തകർന്നു എന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഇവിടെ അവസാനിച്ചു. എന്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്? മെഡീവൽ വേൾഡ്, മധ്യകാല ലോകത്തിലെ എല്ലാ സ്ഥലത്തും 5th to 15th century അതിൽ പല സ്ഥലത്ത് പല ഭരണങ്ങളാണ് നടന്നതെന്ന് പറഞ്ഞു. എല്ലായിടത്തും ഒരേപോലെയല്ല, പക്ഷെ ഭരണം ഒന്നായിരുന്നു, പക്ഷെ ഭരണാധികാരികളൊക്കെ വ്യത്യാസമായിരുന്നു. അപ്പോൾ അത് അവരുടെയൊക്കെ രീതികൾ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ, ഇത്രയും പോയിന്റ്സ് ഇത്രയും നേരം പറഞ്ഞത് ഒന്നും കൂടി പറയാണ്, ശരിക്കും ശ്രദ്ധിക്കാം. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? അവരുടെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിന് വേറൊരു പേരും കൂടി ഉണ്ട്, നമ്മൾ പറഞ്ഞിരുന്നു, ബൈസാൻഡിയം അല്ലേ? ബൈസാൻഡിൻ എംപയർ, ബൈസാൻഡിയൻ സാമ്രാജ്യം. ഇനി അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളറാണ് ജസ്റ്റീനിയൻ. ജസ്റ്റീനിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോ ആണ് അയാളുടെ നമുക്ക് പഠിക്കാനുള്ളത്. കോർപ്പറസ് ജൂറി സിവിൽസ്. എന്താണ് കോർപ്പറസ് ജൂറി സിവിൽസ് എന്നുള്ളത്? അതിൻ്റെ 3 ബുക്കുകളുടെ പേര് പറയണം. ദ കോഡ്, ഡൈജസ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ജസ്റ്റീനിയൻ്റെ മരണശേഷം എന്ത് സംഭവിച്ചു? ആരെ വന്ന് ആക്രമിച്ചത്? കോൺസ്റ്റാന്റിനോപ്പിളിനെ. അവരുടെ ക്യാപിറ്റലായ കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് അറ്റാക്ക്ഡ് ബൈ ദ ടർക്സ്. തുർക്കികൾ വന്ന് ആക്രമിക്കുകയാണ്. അങ്ങനെ ഈസ്റ്റേൺ റോമൻ എംപയർ ഡിക്ലൈൻ ചെയ്തു, അത് ശിഥിലമായി പോയിന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക് നമുക്ക് ഹോളി റോമൻ എംപയർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ.